പുതിയ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനം ആദ്യം കടമെടുക്കുന്നത് 2000 കോടി രൂപ. 5000 കോടി വായ്പയ്ക്ക് അനുമതി തേടിയെങ്കിലും 3000 കോടി മാത്രമാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ടിൻഡു, മറ്റു വിവരങ്ങൾ കൂടി. അതിനാൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ആദ്യമായി കടമെടുക്കുന്നത് ഈ മാസം 28-ാം തീയതിയാണ്. 2000 കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 3000 കോടി രൂപയാണ് കേന്ദ്രം അനുമതി നൽകിയത്. ഈ സാഹചര്യത്തിലാണ് ആദ്യഘട്ടം എന്നോണം 2000 കോടി രൂപ കടമെടുക്കുന്നത്. ആദ്യ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ 5000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ 3000 കോടി രൂപയ്ക്ക് മാത്രമാണ് അനുമതി നൽകിയിരിക്കുന്നത്. അടുത്ത മാസത്തെ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതോടൊപ്പം തന്നെ ശമ്പളം തുടങ്ങിയ അലവൻസുകൾ നൽകാനായിട്ടാണ് ഒരുപക്ഷെ 5000 കോടി രൂപ അധികമായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ 28-ാം തീയതി കടമെടുക്കുന്ന 2000 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനത്തെ ബില്ലുകൾ മറ്റും മാറ്റാനായിട്ട് ട്രഷറി വഴി ഈ 2000 കോടി രൂപ വിനിമയം ചെയ്യും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ആദ്യഘട്ടം തന്നെ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകാതിരിക്കാനാണ് ഇത്തരത്തിൽ അടിയന്തരമായി 2000 കോടി രൂപ കടമെടുക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. 37,512 കോടി രൂപ കടമെടുക്കാനായിരുന്നു കേന്ദ്ര അനുമതി തേടിയത്. ഇതിനു വേണ്ടിയിട്ടാണ് സംസ്ഥാനം സുപ്രീം കോടതിയിലേക്ക് പോകുന്നതും സുപ്രീം കോടതി വഴിയാണ് ഇത്തരത്തിലുള്ളൊരു 37,512 കോടി രൂപ കടമെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നത്. ഇത് ഈ വർഷം 9-ാം മാസം വരെയുള്ള 9 മാസത്തേക്കുള്ള തുകയാണ്. 37,000-ലധികം കോടി രൂപ എന്ന് പറയുന്നത്. ഏതൊക്കെ ഘട്ടങ്ങളിലായിട്ട് കടമെടുക്കണമെന്നൊരു കാര്യത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഏതൊക്കെ മാസങ്ങളിലാണ്, ഏതൊക്കെ ഘട്ടങ്ങളിൽ അടിയന്തര ഘട്ടം വരുമ്പോൾ കടമെടുക്കാമെന്നുള്ള കാര്യത്തിൽ ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിന് അധികമായിട്ടുള്ള ധനപ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ സംസ്ഥാനം OD-യിലേക്ക് പോകാതിരിക്കാനാണ് അടിയന്തരമായിട്ട് ഇത്തരത്തിൽ 2000 കോടി രൂപ ഈ മാസത്തെ ചെലവുകൾക്കായിട്ട് കടമെടുക്കുന്നത്. ഈ തുക നിലവിലെ ബില്ലുകൾ മാറ്റാനായിട്ടായിരിക്കും ഉപയോഗിക്കുക. നിലവിലിപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഏതാണ്ട് കഴിഞ്ഞ മാർച്ച് 26-ാം തീയതി വരെയുള്ള ബില്ലുകൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ ബില്ലുകൾ മാറാതെ ട്രഷറിയിൽ ക്യൂവിൽ തന്നെയുണ്ട്. ഈ ക്യൂവിൽ കിടക്കുന്ന മറ്റ് ബില്ലുകളും മറ്റും മാറേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കും നിലവിലെ ഈ തുക ഉപയോഗിക്കുക. അതിനുശേഷം ബാക്കി വരുന്ന 1000 കോടി രൂപ സംസ്ഥാനത്തിന്റെ മറ്റു ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി പോകും. അത്യാവശ്യ ഘട്ടം വരികയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള തുക ട്രഷറിയിലേക്ക് മാറ്റും. ട്രഷറിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റിന് ശേഷം അതിൻ്റെ പലിശ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാവുന്ന ധാരണയിൽ മറ്റ് ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്നായിരുന്നു കഴിഞ്ഞ മാസം വരെ സംസ്ഥാനം തീരുമാനിച്ചത്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ തുക ഓൾറെഡി നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ അവർക്ക് ആ തുക തിരിച്ചു നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ബില്ലുകൾ മാറാനായിട്ട് ഈ 2000 കോടി രൂപ ഉപയോഗിക്കുകയും 1000 കോടി രൂപ ഇത്തരത്തിലുള്ള ദൈനംദിന ചിലവുകൾക്ക് മാറ്റാനായിട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ 5000 കോടി രൂപ ഒരുമിച്ച് കടമെടുത്ത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചെലവുകൾക്കായി ഉപയോഗിക്കാനാണ് തീരുമാനം. എന്തായാലും 5000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകുമോ എന്നൊരു കാര്യത്തിലാണ് നിലവിൽ ആശങ്കയുള്ളത്. എന്തായാലും അത്രയും തുക ആദ്യഘട്ടത്തിൽ കടമെടുക്കാൻ കേന്ദ്ര അനുമതി നൽകില്ല. അപ്പോൾ മറ്റു വഴികൾ സ്വീകരിക്കാനായിരിക്കും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം.
ടെലിഫോൺ ലൈനിൽ CK മണികണ്ഠൻ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ്. ശ്രീ CK മണികണ്ഠൻ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പുതിയ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പിന് സംസ്ഥാന സർക്കാർ തുടക്കമിടുകയാണ്. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനം ആദ്യം കടമെടുക്കുന്നത് 2000 കോടി രൂപയാണ്. 5000 കോടി വായ്പയ്ക്ക് അനുമതി തേടിയെങ്കിലും 3000 കോടി രൂപ മാത്രമാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ അവലോകനം പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം വലിയൊരു കടക്കണിയിൽ വിട്ടുകിടക്കുകയാണ്. വേണ്ടത്ര വിഭവം, ശേഷി, കളക്ഷൻ ശ്രദ്ധിക്കാൻ ഗവൺമെന്റ് നേരമില്ല. അതല്ലെങ്കിൽ ടാക്സ് റിഫോംസിന്റെ കാര്യങ്ങളിൽ എഫക്റ്റീവായിട്ട് ഇടപെടാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. കെട്ടിക്കിടക്കുന്ന കേസുകൾ ചേർത്ത് അതിന്റെ റവന്യൂ റിക്കവറി പോലെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. ടോട്ടൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇത്രയും മോശമായിട്ട് നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിട്ടില്ല. സാധാരണ കടമെടുപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഈ ഏപ്രിൽ ആദ്യവാരം തന്നെ അല്ലെങ്കിൽ ഏപ്രിൽ 2ാം വാരം തന്നെ കടമെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളം എത്രമാത്രം സാമ്പത്തിക പരാധീനതയിലാണെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. 5000 കോടി ചോദിച്ചു, 3000 കോടി സാങ്ഷൻ ചെയ്തു, 2000 കോടി കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ കേരളത്തിന്റെ അവസ്ഥ ഈ വർഷം അവസാനമാകുമ്പോഴേക്കും എന്തായിരിക്കും എന്നുള്ളതാണ് വലിയൊരു ആശങ്ക ഉണർത്തുന്നൊരു കാര്യം. എന്തായാലും കേരളത്തിന്റെ ഒരു കെടുകാര്യസ്ഥത, ഏറ്റവും മോശമായിട്ടുള്ളൊരു ധനകാര്യ മാനേജ്മെന്റാണ് ഇപ്പോൾ ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ മാത്രമേ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പണയുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വരുന്ന സമയത്ത് അതിന്റെ വിഭവം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സർക്കാർ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല. CK മണികണ്ഠൻ, ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ടാലി ആകാനുള്ളൊരു സാഹചര്യം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമോ? കാരണം ഈ സംസ്ഥാന സർക്കാർ സാമ്പത്തിക വർഷത്തിന് കടമെടുപ്പിനാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ഇത് ടാലി ആവാൻ എന്തായാലും പോകണില്ലേ. കേരളം എന്തായാലും നമ്മുടെ കടമൊക്കെ മാറി അധിക വരുമാനത്തിന്റെ രീതിയിലൊന്നും കേരളം അടുത്ത കാലത്തൊന്നും എത്താനുള്ള യാതൊരു ലക്ഷണവും കേരളത്തിന്റെ ഒരു ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് ടാലി ആവാനായിട്ട് നമുക്കറിയാൻ സാധിക്കും. എടുത്താൽ പൊങ്ങാത്തത്ര കടമായിട്ടാണ് കിഫ്ബി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകണേ. ഇനി കുറച്ച് കഴിയുമ്പോൾ കിഫ്ബിയുടെ തിരിച്ചടവ് ആരംഭിക്കേണ്ടി വരും. ഒരു തരത്തിലും റവന്യൂ ജനറേഷൻ ഈ കിഫ്ബിയുടെ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിലുള്ള റവന്യൂ ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ കടം സർവീസ് ചെയ്യാനും കടത്തിൻ്റെതായിട്ടുള്ള പലിശകൾ സർവീസ് ചെയ്യാനും കൂടുതൽ കടം എടുക്കുക എന്ന് അല്ലാതെ കണ്ട് കേരളത്തിന്റെ തനതായിട്ടുള്ള നികുതി വരുമാനത്തിന്റെ അതിന്റെ വർധനവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, എഫക്റ്റീവ് ടാക്സ് കളക്ഷൻ മെക്കാനിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കേരളം ശ്രദ്ധിക്കാത്തടത്തോളം കാലം ഈ കടം വീട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഒരു പരിധി കഴിഞ്ഞാൽ ഈ കടം എന്താ പറയാ, കടം പെരുത്ത് വീടിന്റെ മോന്തായം വരെ നിലം പൊത്തുന്ന രീതിയിലുള്ള കടം ആയി മാറുകയാണ്. ഇതിനൊരു ധനകാര്യ വിദഗ്ധൻ ഞാൻ മുമ്പ് ഒരു ചർച്ച കണ്ടപ്പോ വളരെ രസകരമായിട്ടൊരു പറഞ്ഞ കാര്യമുണ്ട്. എന്തായാലും കേരളം ഇന്ത്യയിലല്ലേ, എന്തായാലും കേരളം പാപ്പരാകുമ്പോ ഇന്ത്യക്ക് കൈ കെട്ടി നോക്കിക്കാൻ പാടില്ല, ആ സമയത്ത് അവർ രംഗപ്രവേശം ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം ശരിക്കും പറഞ്ഞാൽ കേരളം ഇത്തരത്തിലും ധനകാര്യ മാനേജ്മെന്റ് ഇവർ കഴിഞ്ഞ സുപ്രീം കോടതിയിൽ കേരളം കടെടുക്കണം, പരിധി കൂട്ടണമെന്ന് പറഞ്ഞ വായ്പ കൂട്ടണമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി അതിരൂക്ഷമായിട്ട് കേരളത്തിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. റെക്ലെസ് ബോറോയിങ് എന്നാണ് നമ്മൾ അതിനെ പറയാം. അപ്പൊ ഈ സ്ഥിതി തുടർന്നാൽ കടം ടാലിയാവുന്ന പ്രശ്നം എന്തായാലും ഉദിക്കുന്നില്ല. കടം എത്രമാത്രം പെരുകി വരും എന്ന് മാത്രമേ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ.
കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി 3 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, യുഎയിലെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ. ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് വിമാനങ്ങൾ ടെർമിനലിലേക്ക് ഇറക്കുന്നതിനും മറ്റും തടസ്സമുണ്ടാകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കൊച്ചിയിൽ നിന്നുള്ള ഇപ്പോൾ 4 വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ ദുബായിൽ നിന്നും മറ്റുമുള്ള വിമാനങ്ങൾ കൊച്ചിയിലേക്കും എത്തുന്നില്ല. ഇത് എല്ലാം തന്നെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് ഇത്തരമൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അത് കാരണം നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ളതും. ഇവർക്ക് ഈ പ്രതിസന്ധി എപ്പോഴത്തേക്ക് പരിഹരിക്കാനാകുമെന്നത് സംബന്ധിച്ചും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തുതന്നെയാലും ഇന്ന് ഉച്ചവരെയും മഴ തുടരും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷകരും അറിയിച്ചിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ വിമാന സർവീസ് പുനരാരംഭിക്കാൻ വൈകും എന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ. ആതിര, സുധീഷ്, ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ആയിരിക്കുമല്ലോ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എപ്പോൾ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത എപ്പോഴേക്കുണ്ടാകും? അതിലൊരു വ്യക്തത ഇപ്പോൾ നൽകാൻ സാധിക്കില്ല. കാലാവസ്ഥ അനുകൂലമായെങ്കിൽ മാത്രമേ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ സാധിക്കൂ. ഇപ്പോഴും ശക്തമായ മഴ അവിടെ തുടരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് ഉച്ചവരെയും മഴ ശക്തമായി തുടരും എന്നും അറിയുന്നു. ആ ഒരു സാഹചര്യത്തിൽ വൈകിട്ടോടു കൂടിയോ മറ്റോ ഇത്തരത്തിൽ വിമാന സർവീസ് പുനരാരംഭിക്കാൻ സാധിക്കൂ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അത് മഴ മാറി നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആതിര, സുധീഷ്, ഒപ്പം ഏതൊക്കെ വിമാന സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നതെന്നുള്ള ഒരു വിശദീകരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? ഇന്ന് പുലർച്ചെ മുതൽ പുറപ്പെടേണ്ട 4 വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ ഇനിയും അടുത്തതായി പുറപ്പെടേണ്ട വിമാനം അടക്കം റദ്ദ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അനുമാനിക്കുന്നു. അത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. എന്തുതന്നെയായാലും ഇതുവരെ 4 വിമാനങ്ങളാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. ബലാത്സംഗ കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനെ എറണാകുളത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലെ മുൻ SI സൈജുവാണ് മരിച്ചത്. വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയിരുന്നു. എറണാകുളം അംബേദ്കർ സ്റ്റേഡിയം പരിസരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? 2019 മലയൻകീഴ് SH ആയിരിക്കുമ്പോൾ സൈജു വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു എന്ന കേസാണ് നിലനിന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സൈജു മുൻകൂർ ജാമ്യവും ഹൈക്കോടതിയിൽ നിന്ന് നേടിയിരുന്നു. അതിനുശേഷം സൈജുവിന്റെ മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇര സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി അത് അനുവദിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് വ്യാജരേഖകൾ ചമച്ചാണ് മുൻകൂർ ജാമ്യം നേടിയതെന്ന് കണ്ടെത്തി ഹൈക്കോടതി ഈ ജാമ്യം റദ്ദ് ചെയ്തിരുന്നു. ഇതോടെ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സൈജുവിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് മലയൻകീഴ് മുൻ SH ആയ സൈജുവിനെ ഇന്ന് രാവിലെ എറണാകുളത്തെ അംബേദ്കർ സ്റ്റേഡിയം പരിസരത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വിദേശത്തായിരുന്ന വനിതാ ഡോക്ടർ നാട്ടിലെത്തിയപ്പോഴാണ് ഇവരുടെ വാടക കെട്ടിടങ്ങളിലെ വാടകയുമായി ബന്ധപ്പെട്ട ചില കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അങ്ങനെയാണ് സൈജുവിനെ പരിചയപ്പെടുന്നത്. തുടർന്ന് സൈജു ഈ വാടക പ്രശ്നം പരിഹരിച്ചിരുന്നു. തുടർന്ന് ചിലവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് വീട്ടിലെത്തിയപ്പോൾ ബലാത്സംഗം ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി പീഡനം തുടർന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് വനിതാ ഡോക്ടർ മൊഴി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SH ആയിരുന്ന സൈജുവിനെതിരെ കേസെടുത്ത് ഇദ്ദേഹം തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് അംബേദ്കർ സ്റ്റേഡിയത്തിൽ കണ്ടെത്തിയത്. ആതിര, ശരി. ബലാത്സംഗ കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനെ എറണാകുളത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലെ മുൻ SI സൈജുവാണ് മരിച്ചത്. വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയിരുന്നു. എറണാകുളം അംബേദ്കർ സ്റ്റേഡിയം പരിസരത്താണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ.
മെഡിക്കൽ കോളേജ് ആശുപത്രി നവീകരണം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പദ്ധതി ശ്വാസമറ്റ നിലയിൽ. പദ്ധതിയുടെ രണ്ടാം ഘട്ടം എങ്ങും എത്തിയില്ല. 717 കോടിയുടെ മാസ്റ്റർ പ്ലാനാണ് നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്നത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, മെഡിക്കൽ കോളേജ് ആശുപത്രി നവീകരണം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാനാണ് ശ്വാസമറ്റ നിലയിൽ ഇപ്പോൾ നിൽക്കുന്നത്. വിശദാംശങ്ങൾ. മെഡിക്കൽ കോളേജിന്റെ നവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാൻ പദ്ധതി അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. 2022 ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്നതായിരുന്നു നേരത്തെ അധികൃതർ അറിയിച്ചിരുന്ന കാര്യമെങ്കിൽ ഇപ്പോൾ പദ്ധതി എവിടെയും എത്തിയിട്ടില്ല. 717 കോടി രൂപയാണ് 717 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ ആണ് പൂർത്തിയാക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ കൃത്യമായി തന്നെ ആശുപത്രിക്കകത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കകത്ത് ഒരു പാലത്തിന്റെ ക്യാമ്പസുകൾക്കുള്ളിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണിയും പൂർത്തിയായിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയിട്ടില്ല. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള മൾട്ടി ലെവൽ സൗകര്യം, അതോടൊപ്പം തന്നെ പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണം, ആ രീതിയിലാണ് ഒരു പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. പക്ഷേ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഇപ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. രോഗികളുമായി എത്തുന്നവരൊക്കെ തന്നെ മണിക്കൂറുകളോളം ഈ വാഹനം പാർക്ക് ചെയ്യാനാകാതെ ആശുപത്രിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാലപ്പഴക്കം ചെന്ന പഴയ ബ്ലോക്കുകൾ മാറ്റിയിട്ടുണ്ട്, ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് പകരം പുതിയ ബ്ലോക്ക് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ നിർമ്മാണം പോലും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അധികൃതർ പറയുന്ന ഒരു വിശദീകരണം ടെൻഡർ നടപടികളൊക്കെ വൈകുന്നതാണ് ഇതിന് കാരണം എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. ഉടൻ തന്നെ അതിന്റെ നടപടികൾ പൂർത്തീകരിക്കും എന്നുള്ളതും അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ചില സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ പ്ലാൻ പദ്ധതിയൊക്കെ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതെന്നുള്ള ആരോപണവും ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു മാസ്റ്റർ പ്ലാൻ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടും അതൊന്നും നടപ്പിലാകാതെ പോകുന്നതിനുള്ള കാരണം. ശരി, മെഡിക്കൽ കോളേജ് ആശുപത്രി നവീകരണം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പദ്ധതി ശ്വാസം പറ്റ നിലയിൽ. പദ്ധതിയുടെ രണ്ടാം ഘട്ടം എങ്ങും എത്തിയില്ല. 717 കോടിയുടെ മാസ്റ്റർ പ്ലാനാണ് നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്നത്.
രാജ്യമെമ്പാടുമുള്ള എല്ലാവർക്കും രാമനവമി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭഗവാൻ ശ്രീരാമന്റെ ജന്മദിനമായ ഇന്ന് എന്റെ കുടുംബാംഗങ്ങൾക്ക് ആശംസകൾ. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ രാംലല്ലയെ പ്രതിഷ്ഠിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ രാമനവമിയാണിത്. ലക്ഷക്കണക്കിന് ഭക്തരോടൊപ്പം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് സാക്ഷിയാകാൻ സാധിച്ചതിൽ തനിക്ക് സന്തോഷമെന്നും പ്രധാനമന്ത്രി. 5 നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് അയോധ്യയിൽ ഈ രീതിയിൽ രാമനവമി ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമമായ എക്സിൽ ട്വീറ്റ് ചെയ്തു. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇനി വലിയ വിമാനങ്ങളും ഇറങ്ങും. റെസ ദീർഘിപ്പിക്കുന്ന ജോലികൾക്ക് തുടക്കമായി. വിമാനത്താവള വികസനത്തിന് ഏറെക്കാലമായുള്ള ആവശ്യമാണ് റെസ അഥവാ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ ദീർഘിപ്പിക്കൽ. ആയിരത്തി 1988 വിഷുക്കൈനീട്ടമായി മലപ്പുറത്തിന് കിട്ടിയ സമ്മാനമായിരുന്നു കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. മലബാറിന്റെ വികസനത്തിലേക്കുള്ള ആകാശവാതിൽ. എന്നാൽ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നതും സ്വപ്നം കണ്ടു നിൽപ്പാണ് മലബാറിലെ ജനത. ഇതിനായുള്ള ആദ്യ പടികളും ആരംഭിച്ചു. റെസ ദീർഘിപ്പിക്കുന്നതിന്റെ ആദ്യപടിയായാണ് ഈ പ്രവർത്തികൾ. ഈ സ്ഥലമെടുക്കുന്ന സമയത്തും നമ്മൾ ഉന്നയിച്ച 2 വിഷയങ്ങളാണ്. ഒന്ന്, നമ്മുടെ പള്ളിക്കൽ വില്ലേജിലെ കരിപ്പൂർ പ്രദേശത്ത് നമ്മുടെ PWD റോഡ് പോകുന്നത് വളരെ തിരക്ക് പിടിച്ച റോഡാണ്. ആ റോഡ് വളരെ ബെൻഡായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി തന്നെ അത് നേരെയാക്കിയാൽ നാട്ടുകാർക്കും ഏറ്റവും കൂടുതൽ എയർപോർട്ടിൽ വരുന്ന യാത്രക്കാർക്ക് വലിയ ഉപകാരമാവും. അതുപോലെ തന്നെ നമ്മുടെ നെടിയിരുപ്പ് ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ ആ ബെൽറ്റ് റോഡിന് അതിനൊരു ബദൽ സംവിധാനം അതും കൂടി കണ്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥലമെടുപ്പും അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെ വികസനവും നമ്മൾ ഉദ്ദേശിച്ച പോലെ പൂർത്തിയാകുമെന്നുള്ളതാണ് വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. റൺവേയിൽ നിന്ന് വിമാനം മുന്നോട്ട് പോയാൽ വിമാനത്തെ പിടിച്ചു നിർത്തുന്ന ചതുപ്പ് നിലമാണ് റെസ. നിലവിൽ 2860 മീറ്ററാണ് റൺവേ. അതുകഴിഞ്ഞാൽ 2 അറ്റങ്ങളിലുമായി 90 മീറ്റർ വീതം റെസയും. റെസയുടെ നീളം 240 മീറ്റർ വീതം വേണമെന്നാണ് നിർദ്ദേശം. അതനുസരിച്ച് ഇരുഭാഗങ്ങളിലും 150 മീറ്റർ വീതം ദീർഘിപ്പിക്കണം. അതിനായി പള്ളിക്കൽ, നെടിയിരുപ്പ് വില്ലേജുകളിലായി സ്ഥലം ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. അതേസമയം കരിപ്പൂർ കുമ്മിണിപ്പറമ്പ് ഭാഗത്ത് ഏറ്റെടുത്ത സ്ഥലത്തെ റോഡിന്റെ വളവ് നിവർത്തണമെന്നും നെടിയിരുപ്പ് പാലക്കാമ്പറമ്പിലെ ക്രോസ് റോഡിന് പകരം റോഡ് എന്ന ആവശ്യവും ശക്തമാണ്. ഇടവേള വന്നെങ്കിലും ഇപ്പോൾ വർക്ക് ഇത് ആരംഭിച്ചിട്ടുണ്ട്. കാരണം അതിൽ കുറച്ച് ഇടവേള വന്നപ്പോൾ നമുക്കും ഒരു ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വർക്കുകൾ ആരംഭിച്ചു. 2 മാസത്തിനുള്ളിൽ വർക്കുകൾ തീരുമെന്നുള്ളതാണ്. ഗവ്വാർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും 2 മാസം കൊണ്ട് വീടുകൾ പൊളിച്ച് അതുപോലെ തന്നെ മരങ്ങളൊക്കെ മുറിച്ചു അതൊരു സൈറ്റാക്കുക എന്നുള്ളതാണ് ഇവർ ആദ്യത്തെ കടമ്പ. മലബാറിന്റെ ഏറെക്കാലത്തെ സ്വപ്നമാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. ജനം, മലപ്പുറം. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം യാത്രക്കാരുടെ എണ്ണത്തിലും എയർ ട്രാഫിക് മൂവ്മെന്റുകളുടെ എണ്ണത്തിലും റെക്കോർഡ് വർധനവ്. 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെയുള്ള കാലയളവിൽ ആകെ 4.4 ദശലക്ഷം യാത്രക്കാർ തിരുവനന്തപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്തു എന്നാണ് കണക്ക്. തൊട്ട് മുൻവർഷം 3.46 ദശലക്ഷമായിരുന്നു ആകെ യാത്രക്കാർ. യാത്രക്കാരുടെ എണ്ണത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കണക്കുകളിൽ ഒന്നാണിത്. അതായത് 27% വർധന. 4.4 ദശലക്ഷം യാത്രക്കാരിൽ 2.42 ദശലക്ഷം പേർ ആഭ്യന്തര യാത്രക്കാരും 1.98 ദശലക്ഷം പേർ അന്താരാഷ്ട്ര യാത്രക്കാരുമാണ്. ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തത് അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഷാർജയും ആഭ്യന്തര എയർപോർട്ടുകളിൽ ബാംഗ്ലൂരുമാണ് 1ാം സ്ഥാനത്ത്. 2023-24 സാമ്പത്തിക വർഷത്തിലെ എയർ ട്രാഫിക് മൂവ്മെന്റുകളുടെ എണ്ണം 29,778 ആണ്. തൊട്ട് മുൻ സാമ്പത്തിക വർഷം കൈകാര്യം ചെയ്തത് 24,213 എണ്ണവും, അതായത് 23% വർധനവ്. വിമാനങ്ങളുടെയും യാത്രക്കാരുടെയും എണ്ണത്തിലുള്ള വർധന കണക്കിലെടുത്ത് തടസ്സരഹിതവും മികച്ചതുമായ യാത്ര ഉറപ്പാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം.
ജനം, തിരുവനന്തപുരം. വയനാട് കമ്പളക്കാട് കോളനികളിലേക്ക് അടക്കമുള്ള പൂന്തോട്ടം ചിറ്റൂർ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങളായി. നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചിറ്റൂർ, ചിത്രമൂല, പഴങ്കുനി തുടങ്ങി നിരവധി വനവാസി കോളനികളിലേക്ക് അടക്കമുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. 2 വാർഡുകളുടെ നടുക്കായി സ്ഥിതി ചെയ്യുന്ന റോഡിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല. 8 വർഷത്തോളമായി റോഡിൽ പണി നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കമ്പളക്കാട് വരുതൂര് ടച്ച് ചെയ്യുന്ന റോഡാണ്. ഈ റോഡിൻ്റെ ശോധനാവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ കാലമായി ഈ റോഡിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ റോഡിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ ആൾക്കാരോട് പറഞ്ഞു, അവർക്ക് ഫണ്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. മാറി മാറി വരുന്ന ആൾക്കാർ, ഇത് ഏറ്റവും കൂടുതൽ ആദിവാസികൾക്കാണ് ഈ റോഡിനെ കൊണ്ട് ഉപയോഗമുള്ളത്. ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ ഈ റോഡിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു രോഗിനെ കൊണ്ടുപോകാനോ ഒരു വണ്ടി പിടിച്ചാലും പോലും വരില്ല. 10 രൂപ കൊടുക്കേണ്ടടുത്ത് 20 രൂപയായിട്ട് ഡബിളായിട്ടാണ് അവരൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഈ റോഡിൻ്റെ ശോധനാവസ്ഥ ഉള്ളത്. അപ്പം ഇവിടുന്ന് ഈ റോഡ് ടച്ച് ചെയ്ത് പോകുന്നത് ഈ പണി സമൂഹം ഒരുപാട് തിങ്ങി പറക്കുന്ന ഒരു കോളനി ഉണ്ട്. 2-3 കോളനി അവരെന്നെയാണ് തിങ്ങി പറക്കുന്നത്. ഈ റോഡിന് നന്നാക്കണമെന്ന് വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടും ഭരിക്കുന്ന പാർട്ടിയോട് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയോട് വരെ പറഞ്ഞിട്ട് ഇത് ഞങ്ങൾക്ക് നന്നാക്കി തന്നിട്ടില്ല. ഓട്ടോറിക്ഷ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോക്കാർ റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് കൊണ്ട് അധിക ചാർജുകൾ ചോദിക്കുന്നുണ്ട്. 60, 70, 80 ഉറുപ്പ്യൊക്കെയാണ് ഈ 3 കിലോമീറ്ററിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ചിലപ്പോൾ 100 ഉറുപ്പ്യൊക്കെ ചോദിക്കും. കിട്ടുന്ന പോലെയൊക്കെയാണ് അവർ പറയുന്നത്. റോഡ് മോശമാണെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി ആണ് ഇവിടുത്തെ MP. ഇതുപോലെ ചെറിയ ഇത് മാത്രമല്ല, വേറെയും പഴയ പോക്കറ്റ് റോഡുകളൊന്നും കാര്യമായിട്ട് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. കമ്പളക്കാട് നിന്നും മീനങ്ങാടി, പുൽപ്പള്ളി തുടങ്ങിയ പ്രധാന ടൗണുകളിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ വഴി. റോഡ് PWD ഏറ്റെടുത്തു എന്നാണ് നാട്ടുകാർക്ക് കിട്ടിയ മറുപടി. വർഷങ്ങളായി ഈ മറുപടിയാണ് ലഭിക്കുന്നതെന്നും യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. ജനം, വയനാട്.